കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ റഷ്യൻ തലസ്ഥാനമായ മോസ്കോ ലക്ഷ്യമാക്കി യുക്രൈൻ നടത്തിയ ഏറ്റവും ശക്തവും വിനാശകരവുമായ ഡ്രോൺ ആക്രമണം ആഗോള ശ്രദ്ധയാകർഷിക്കുകയാണ്. റഷ്യയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ടാർസ് ന്യൂസ് പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം മോസ്കോയിലെ അതിപ്രധാനമായ എണ്ണ ശുദ്ധീകരണശാല അടക്കമുള്ള തന്ത്രപ്രധാന കേന്ദ്രങ്ങളെ തകിടം മറിച്ചുകൊണ്ടാണ് യുക്രൈൻ ഈ വ്യോമാക്രമണം അഴിച്ചുവിട്ടത്. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പലയിടത്തും പരാജയപ്പെട്ടതോടെ തകർന്നു വീണ ഡ്രോണുകളുടെ അവശിഷ്ടങ്ങൾ നഗരത്തിലുടനീളം പതിക്കുകയും വലിയ തോതിലുള്ള തീപിടുത്തങ്ങൾക്കും നാശനഷ്ടങ്ങൾക്കും ഇത് കാരണമാവുകയും ചെയ്തു. വ്യാഴാഴ്ച പുലർച്ചെ ഉണ്ടായ ഈ ആക്രമണത്തിൽ റഷ്യൻ തലസ്ഥാനത്തേക്ക് മാത്രം പാഞ്ഞെടുത്തത് 194-ലധികം ഡ്രോണുകളാണ്. ഇത് വെടിവെച്ചിട്ടതായി മോസ്കോ മേയർ സെർജി സൊബയാനിൻ അവകാശപ്പെടുന്നുണ്ട്. സമീപ മാസങ്ങളിൽ സാധാരണയായി ഇരട്ട സംഖ്യകളിൽ മാത്രം ഒതുങ്ങിയിരുന്ന ഡ്രോൺ ആക്രമണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്രയും ഭീമമായ തോതിൽ ഡ്രോണുകൾ ഒരേ സമയം മോസ്കോയെ ലക്ഷ്യമിട്ടെത്തിയത് റഷ്യൻ സുരക്ഷാ വിഭാഗത്തെ അമ്പരപ്പിച്ചിട്ടുണ്ട്. മോസ്കോയിൽ മാത്രമല്ല, റഷ്യയുടെ വിശാലമായ മറ്റു പല പ്രവിശ്യകളിലും അസോവ് കടലിന് മുകളിലും ഒരേ സമയം യുക്രൈൻ വ്യോമാക്രമണം ശക്തമാക്കിയിരുന്നു. റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം ആകെ 555 ഡ്രോണുകളാണ് വിവിധ ഇടങ്ങളിൽ നിന്നായി റഷ്യൻ വ്യോമ പ്രതിരോധ സേന തടസ്സപ്പെടുത്തിയത്. ആക്രമണത്തെ തുടർന്ന് മോസ്കോയിലെ എല്ലാ പ്രധാന വിമാനത്താവളങ്ങളുടെയും പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നതായി റഷ്യൻ വ്യോമയാന ഏജൻസിയെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. റഷ്യൻ വ്യോമമേഖല പൂർണ്ണമായും അസ്ഥിരമാണെന്ന സന്ദേശം ലോകത്തിന് നൽകാൻ ഈ വിമാനത്താവളങ്ങളുടെ അടച്ചുപൂട്ടലിലൂടെ യുക്രൈന് സാധിച്ചു. റഷ്യയുടെ കൺമുന്നിലുള്ള ഊർജ ഇൻഫ്രാസ്ട്രക്ചറുകളെയും എണ്ണ സംഭരണശാലകളെയും ദീർഘദൂര ആക്രമണങ്ങളിലൂടെ തകർക്കുക എന്ന തന്ത്രമാണ് സമീപകാലത്തായി കൈവ് സ്വീകരിച്ചു പോന്നത്. റഷ്യ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ നിർബന്ധിതരാക്കണമെങ്കിൽ അവരുടെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സായ എണ്ണ മേഖലയെ തകർക്കണമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. നാറ്റോ നേതാക്കളുമായുള്ള നിർണായക കൂടിക്കാഴ്ചകൾക്കായി ബ്രസൽസിലെത്തിയ സെലൻസ്കി ടെലഗ്രാമിലൂടെയാണ് ഈ ആക്രമണങ്ങളെ ന്യായീകരിച്ച് രംഗത്തെത്തിയത്. യുക്രൈനിലെ സാധാരണ നഗരങ്ങൾക്കും ജനവാസ മേഖലകൾക്കും നേരെ റഷ്യ നിരന്തരം നടത്തുന്ന ക്രൂരമായ മിസൈൽ ആക്രമണങ്ങളെ കുറിച്ചുള്ള തികച്ചും ന്യായമായ മറുപടിയാണ് ഇതെന്നാണ് സെലൻസ്കി അവകാശപ്പെട്ടത്. തങ്ങളുടെ മിഡ് റേഞ്ച് ആക്രമണങ്ങളുടെ കൃത്യതയെയും ഫലപ്രാപ്തിയെയും അന്താരാഷ്ട്ര പങ്കാളികൾ പ്രശംസിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ വൻ ആക്രമണത്തിൽ പ്രധാനമായും ലക്ഷ്യമിട്ടത് മോസ്കോയുടെ തെക്കുകിഴക്കൻ ജില്ലയായ കബോൾസിയയിലെ പ്രശസ്തമായ മോസ്കോ ഓയിൽ റിഫൈനറിയായിരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ചയും ഇതേ ശുദ്ധീകരണശാലയ്ക്ക് നേരെ യുക്രൈൻ ആക്രമണം നടത്തിയിരുന്നു. ഇതിൽ നിന്ന് ഈ കേന്ദ്രത്തിന്റെ പ്രാധാന്യം വ്യക്തമാണ്. എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ ഡ്രോണുകൾ അടുക്കുമ്പോൾ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളും വലിയൊരു സ്ഫോടനത്തോടെ ഇന്ധന ടാങ്കിന്റെ മേൽക്കൂര വായുവിലേക്ക് തെറിച്ചു പോകുന്ന ദൃശ്യങ്ങളും മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. റിഫൈനറിക്ക് പുറമെ റഷ്യയിലെ ഏറ്റവും വലിയ മാളായി അറിയപ്പെടുന്ന മോസ്കോയിലെ സാദോവോഡ് ട്രേഡ് സെന്ററിന് സമീപവും വൻതോതിൽ പുകയുയരുന്നത് ദൃശ്യമായിരുന്നു. ഡ്രോണുകളുടെ അവശിഷ്ടങ്ങൾ പതിച്ച് തലസ്ഥാന നഗരത്തിലെ ഒരു ഫിറ്റ്നസ് സെന്ററിനും അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിനും കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. യുക്രൈന്റെ ഈ കനത്ത പ്രഹരത്തിന് മറുപടിയായി റഷ്യയും ശക്തമായ തിരിച്ചടി നൽകി. 7 മിസൈലുകളും 239 ഡ്രോണുകളുമാണ് റഷ്യ യുക്രൈന് നേരെ പ്രയോഗിച്ചതെന്ന് യുക്രൈൻ എയർഫോഴ്സ് സ്ഥിരീകരിച്ചു. ഈ പ്രത്യാക്രമണത്തിൽ കൈവ്, പോൾട്ടാവ മേഖലകളിൽ സ്വകാര്യ വീടുകൾക്കും ഹാങ്കറുകൾക്കും ഊർജ എണ്ണ സംഭരണശാലകൾക്കും നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി ഇരു രാജ്യങ്ങളിലെയും അധികാരികൾ സമ്മതിക്കുന്നുണ്ട്. അടുത്തിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ സ്വന്തം ഡാവോസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആഗോള സാമ്പത്തിക ഫോറത്തിന് വേദിയായ സെന്റ് പീറ്റേഴ്സ്ബർഗ് ഉൾപ്പെടുന്ന ലെനിൻഗ്രാഡ് മേഖലയിലും യുക്രൈൻ സമാനമായ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. റഷ്യയുടെ സാമ്പത്തിക നട്ടെല്ലിനെ നേരിട്ട് ബാധിക്കുന്ന ഇത്തരം കേന്ദ്രങ്ങളെ നിരന്തരം ആക്രമിക്കുന്നതിലൂടെ യുദ്ധത്തിന്റെ ഭീകരത റഷ്യൻ ജനതയ്ക്ക് മുന്നിൽ നേരിട്ടെത്തിക്കാൻ യുക്രൈന് സാധിച്ചിട്ടുണ്ട്. റഷ്യയുടെ വാർഷിക ബജറ്റിന്റെ 1/3 വരുമാനവും വരുന്നത് അവരുടെ എണ്ണ കയറ്റുമതിയിൽ നിന്നാണെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. യൂറോപ്യൻ യൂണിയന്റെയും വാഷിംഗ്ടണിന്റെയും കടുത്ത ഉപരോധങ്ങൾ കാരണം റഷ്യൻ എണ്ണ വാങ്ങുന്നവരുടെ എണ്ണം കുറഞ്ഞിരുന്നെങ്കിലും മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ കാരണം ആഗോള വിപണിയിൽ എണ്ണവില ഉയർന്നത് റഷ്യക്ക് വലിയ സാമ്പത്തിക ലാഭമുണ്ടാക്കിയിരുന്നു. ഫ്രാൻസിൽ നടന്ന G7 ഉച്ചകോടിക്ക് തൊട്ടു പിന്നാലെയാണ് യുക്രൈൻ ഈ വൻ ആക്രമണം നടത്തിയത് എന്നതും തന്ത്രപരമാണ്. കൂടുതൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ യുക്രൈന് നൽകാൻ G7 രാജ്യങ്ങളെല്ലാം സമ്മതിച്ചിട്ടുണ്ടെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ നിർദ്ദേശങ്ങളെ അനുകൂലമായാണ് സ്വീകരിച്ചതെന്നും സെലൻസ്കി വ്യക്തമാക്കി.
അതേസമയം ബ്രസൽസിൽ നടന്ന നാറ്റോ പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിൽ നാറ്റോ ജനറൽ സെക്രട്ടറി മാർക്ക് റൂട്ടെ യുക്രൈന്റെ പ്രകടനത്തെ അഭിനന്ദിക്കുകയുണ്ടായി. നിലവിൽ യുദ്ധമുഖത്ത് യുക്രൈൻ മികച്ച രീതിയിലാണ് മുന്നേറുന്നതെന്നും റഷ്യയ്ക്ക് പ്രതിമാസം 30,000 മുതൽ 35,000 വരെ സൈനികരെ നഷ്ടപ്പെടുന്നുണ്ടെന്നും റൂട്ടെ വെളിപ്പെടുത്തി. യൂറോപ്പിൽ വിന്യസിച്ചിരുന്ന തങ്ങളുടെ സൈനികരുടെയും ആയുധങ്ങളുടെയും എണ്ണം കുറയ്ക്കാൻ ട്രംപ് ഭരണകൂടം പദ്ധതിയിടുന്നു എന്ന വാർത്തയ്ക്കിടയിലാണ് ഈ നാറ്റോ യോഗം നടക്കുന്നത് എന്നത് യൂറോപ്യൻ രാജ്യങ്ങളിൽ നേരിയ ആശങ്ക പരത്തിയിട്ടുണ്ട്. നാറ്റോ പ്രവർത്തനങ്ങൾക്കായി US നൽകുന്ന യുദ്ധക്കപ്പലുകളുടെയും വിമാനങ്ങളുടെയും എണ്ണത്തിൽ വലിയ കുറവ് വരുത്താൻ പോകുന്നതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. എങ്കിലും അമേരിക്കൻ പിന്മാറ്റം ഉണ്ടാക്കുന്ന വിടവ് നികത്താൻ യൂറോപ്യൻ രാജ്യങ്ങൾ ഇതിനകം തന്നെ സജ്ജമായി കഴിഞ്ഞുവെന്ന് മാർക്ക് റൂട്ടെ വ്യക്തമാക്കി. നാറ്റോ സഖ്യത്തിന് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ അമേരിക്ക ഉൾപ്പെടെയുള്ള എല്ലാ അംഗരാജ്യങ്ങളും ഒന്നിച്ച് അണിനിരക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചുരുക്കത്തിൽ മോസ്കോയ്ക്ക് നേരെയുണ്ടായ ഈ വൻ ആക്രമണം യുക്രൈൻ യുദ്ധത്തിന്റെ ദിശ മാറ്റുക മാത്രമല്ല, അന്താരാഷ്ട്ര തലത്തിൽ പുതിയ സുരക്ഷാ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടിരിക്കുകയുമാണ്.